ചെകുത്താൻ 33. റൂമിൽ ചെന്ന ഉടൻ തന്നെ തൻ്റെ കീറിയ ഉടുപ്പ് മാറ്റി വേറൊന്നിട്ട് ലച്ചു കിടന്നു. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അവൾ ഉറങ്ങിപ്പോയി. നന്ദു വന്നു നോക്കുമ്പോൾ ശാന്തമായി ഉറങ്ങുന്ന ലച്ചുവിനെയാണ് കണ്ടത്. പിന്നെ അവളെ ഉണർത്താതെ അവൾക്കരികിലേക്ക് കയറിക്കിടന്നു. രാവിലെ 5:30 എഴുന്നേറ്റപ്പോൾ തന്നെ ദേവൻ താഴെ മുറ്റമടിക്കുന്ന ശബ്ദം കേട്ടു. അവൻ പതിയെ ജനൽ തുറന്ന് അവളെ തന്നെ നോക്കി നിന്നു. പിന്നീട് തൻ്റെ വർക്കൗട്ട് റൂമിലേക്ക് ചെന്നു. അവിടെയുള്ള CCTV ക്യാമറയുടെ സ്ക്രീൻ ഓണാക്കിക്കൊണ്ട് ലച്ചുവിനെ നോക്കി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. മുറ്റമെല്ലാം അടിച്ചു വാരിയതിനു ശേഷം കിണറ്റിൻകരയിലേക്ക് പോകുന്ന അവളെ നോക്കി അവൻ ഒരു നിമിഷം നിന്നു. അവൾ പതിയെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ തുടങ്ങി. ഇത് കണ്ടതും അവൻ്റെ മുഖം ദേഷ്യത്താൽ ചുമന്നു. വർക്കൗട്ട് നിർത്തിവെച്ച് അവൻ നേരെ കിണറ്റിൻകരയിലേക്ക് ചെന്നു. ലച്ചു! അവൻ്റെ ദേഷ്യത്തിലുള്ള വിളികേട്ട് ഞെട്ടിത്തിരിഞ്ഞ് പെണ്ണൊന്നു നോക്കി. തൊട്ടിയും കയറും അവളുടെ കൈവിട്ട് കിണറ്റിലേക്ക് വീണു. അവൾ പേടിച്ചുകൊണ്ട് പുറകിലേക്ക് പതുങ്ങി. അവളുടെ പേടിച്ച മുഖം കണ്ടതും അവൻ പതിയെ കണ്ണുകൾ അടച്ച് ദേഷ്യം നിയന്ത്രിച്ചു. നിനക്ക് കുളിച്ച് മാറാനുള്ള ഡ്രസ്സൊക്കെ നീ എടുത്തോ? അവൻ ചോദിച്ചതും അവൾ പതിയെ തലയാട്ടി. എങ്കിൽ അതും എടുത്തുകൊണ്ട് എൻ്റെ പുറകെ വാ പറഞ്ഞുകൊണ്ട് അവൻ നടന്നു. പേടിയോടെയാണെങ്കിലും അവൾ അവൻ്റെ പുറകെ ചെന്നു. അവൻ നേരെ തൻ്റെ മുറിയിലേക്കാണ് പോയത്. അവൾക്ക് പേടിച്ചിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ്റെ പുറകെ ചെല്ലാതിരുന്നാൽ ദേഷ്യപ്പെടുമെന്നോർത്ത് അവൾ പേടിച്ചു വിറച്ച് അവൻ്റെ മുറിയിലേക്ക് കയറി. ഇന്നലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ എൻ്റെ ആരാണെന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും നീ എന്തിനാണ് ഇന്ന് രാവിലെ വെള്ളം കോരാനായി പോയത്? ഇതെങ്ങാനും അച്ഛനോ നന്ദുവോ കണ്ടിരുന്നാൽ അവർക്ക് എന്ത് വിഷമമാകും? അത് നീ ഓർത്തോ? ഇല്ല, നിനക്കൊരിച്ചിരി വാശി കൂടുതലാണ്. അത് ഞാൻ ഇന്ന് തീർത്തു തരാം. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് ഇന്ന് ഈ മുറിയിലെ എൻ്റെ ബാത്റൂമിൽ കുളിച്ചാൽ മതി. ചെല്ല്, വേഗം പോയി കുളിക്ക്. അവൻ പറഞ്ഞതും അവൾ കണ്ണുമിഴിച്ച് അവനെ തന്നെ നോക്കി അവിടെ നിന്നു. എന്താ, ഇനി നിന്നെ ഞാൻ കുളിപ്പിക്കണോ? ശരി, എങ്കിൽ പിന്നെ അങ്ങനെയാകട്ടെ പറഞ്ഞുകൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അവൾ ഓടിപ്പോയി കുളിമുറിയിൽ കയറി വാതിൽ അടച്ചു. എൻ്റെ ഈശ്വര, ഇതെന്തൊക്കെയായി പറയുന്നത്? എന്നോട് വെള്ളം കോരണമെന്ന് പറഞ്ഞതല്ലേ? അതുകൊണ്ടല്ലേ ഞാനങ്ങനെ ചെയ്തത്? എനിക്കാണോ വാശി? എനിക്കെന്ത് വാശി? ഞാൻ എല്ലാവരും പറയുന്നത് അനുസരിക്കാറല്ലേ ഉള്ളൂ. അവൾ ഓരോന്നോർത്ത് അങ്ങനെ നിന്നു. ബാത്റൂമിൽ നിന്ന് വെള്ളത്തിൻ്റെ ഒച്ചയൊന്നും കേൾക്കാഞ്ഞതും അവൻ എന്തോ ഓർത്ത് നിൽക്കുകയാണെന്ന് ദേവന് തോന്നി. 10 മിനിറ്റ് അതിനുള്ളിൽ കുളിച്ച് പുറത്തേക്കിറങ്ങിയിടണം. ഇല്ലെങ്കിൽ ഈ വാതിൽ പൊളിച്ച് ഞാൻ അങ്ങ് അകത്ത് വരും, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ടതും അവൾ വേഗം തന്നെ കുളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ കുളിച്ച് തോർത്തി ഡ്രസ്സിട്ടു. തലയിൽ തോർത്തുമുണ്ടും കെട്ടി അലക്കാനുള്ള തുണികൾ കയ്യിലുമെടുത്ത് അവൾ പതിയെ പുറത്തേക്കിറങ്ങി. ബാത്റൂമിൻ്റെ കതക് തുറക്കുന്ന ശബ്ദം കേട്ടതും ദേവൻ അങ്ങോട്ട് നോക്കി. കുളിച്ച് തലമുടി തോർത്തി കെട്ടി ചുവന്ന പട്ടുപാവാടയും ഉടുപ്പുമിട്ട് പുറത്തേക്കിറങ്ങി വന്ന അവളെ ഒരു നിമിഷം കണ്ണ് ചിമ്മാതെ നോക്കി നിന്നുപോയി ദേവൻ. അവൻ പോലും അറിയാതെ അവൻ്റെ കാലുകൾ അവൾക്കരികിലേക്ക് ചലിച്ചു. പുറത്തേക്കിറങ്ങാൻ നിന്നവളെ തടയുന്നത് പോലെ അവനവൾക്ക് മുന്നിൽ കയറി നിന്നു. നിനക്ക് ഈ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. ഈ വീട്ടിലെ ഏത് മുറിയിൽ കയറാനും എവിടെ വേണമെങ്കിൽ കിടക്കാനും ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കാനുമുള്ള സ്വാതന്ത്ര്യം. കാരണം നീ ഈ വീട്ടിലെ മഹാദേവന്റെ ഭാര്യയാണ്. അവൻ്റെ വാക്കുകൾ കേട്ട് അവളും അവനെ നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു. അവൻ്റെ നോട്ടം തൻ്റെ കണ്ണുകളുടെ ആഴങ്ങളിലേക്കിറങ്ങുന്നത് അവൾ തിരിച്ചറിഞ്ഞു. ആ നോട്ടം നേരിടാൻ ആകാതെ പതുക്കെ അവൾ മുഖം താഴ്ത്തി. അവളുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് വിരിഞ്ഞു. പെട്ടെന്ന് തന്നെ അവൾ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടി. അവളോടൊപ്പം അവനും പതിയെ വാതിൽക്കലേക്ക് ചെന്നു. അവൾ ഓടിപ്പോകുന്നത് നോക്കി നിന്നു, നിറഞ്ഞ പുഞ്ചിരിയോടെ. എന്നാൽ കൃത്യം ഇതേ സമയം തന്നെയാണ് ഹരി അവൻ്റെ മുറി തുറന്ന് പുറത്തേക്കിറങ്ങിയത്. നാണിച്ച് ചുമന്ന് കുളിച്ച് ഈറനോടെ ദേവന്റെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടിയ ലച്ചുവിനെയും അവളെ തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന ദേവനെയും കണ്ടപ്പോൾ ഹരി ഞെട്ടി.
അവൻ കണ്ണ് മിഴിച്ചു മിഴിച്ച് വീണ്ടും താൻ കണ്ട കാഴ്ച ഒന്നും കൂടി നോക്കി. അത് സത്യമാണ് എന്ന് ഉറപ്പുവരുത്തി. അവൻ ഓടി ദേവന്റെ അടുത്തേക്ക് ചെന്നു. ഹരിയെ കണ്ടതും ഹരിയുടെ മുഖത്തെ ഭാവം കൂടി കണ്ടതും അവൻ തങ്ങളെ തെറ്റിദ്ധരിച്ചു എന്ന് ദേവന് ഉറപ്പായി. എടാ ദേവ, സത്യം പറ, ഇന്നലെ രാത്രി ലച്ചു ഇവിടെയാണോ കിടന്നത്? നിങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു തുടങ്ങിയോ? ഇത്രനാളും കല്യാണം വേണ്ട കല്യാണം വേണ്ട എന്നും പറഞ്ഞ് നടന്നവനാ. ആരും അറിയാതെ ഒരു കൊച്ചു പെണ്ണിനെയും കെട്ടി. എന്നിട്ടിപ്പോതാ ഒരുമിച്ച് ജീവിക്കാനും തുടങ്ങി. അറ്റ്ലീസ്റ്റ് ഒരു താലിയെങ്കിലും അവളുടെ കഴുത്തിൽ കെട്ടിയിട്ട് പോരായിരുന്നോ? ഒരു മുറിയിൽ ഒരുമിച്ച് കിടന്നുറങ്ങുന്നതും ഇമാതിരി പരിപാടിയുമൊക്കെ ഹരി നോൺ സ്റ്റോപ്പായി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ സഹികെട്ട് ദേവൻ അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എടാ പുല്ലേ, അവൾ രാത്രി ഇവിടെയൊന്നുമല്ല കിടന്നത്. ഞങ്ങൾ ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നത് പോയിട്ട് പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് പോലുമില്ല. പിന്നെ രാവിലെ അവൾ കിണറ്റിൻകരയിൽ പോയി വെള്ളം കോരുന്നത് കണ്ട് എനിക്ക് ദേഷ്യം വന്നു. ആ ദേഷ്യത്തിൻ്റെ പുറത്ത് അവളെ ബലമായി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടുത്തെ ബാത്റൂമിൽ കുളിച്ചാൽ മതിയെന്ന് പറഞ്ഞതാണ്. കുളിച്ചു കഴിഞ്ഞ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോകുന്നതാണ് നീ കണ്ടത്. അവൻ പതിയെ ഹരിയുടെ കഴുത്തിലെ പിടിവിട്ടു. ഹരി ദേവനെ സംശയത്തോടെ നോക്കി. ശരി, ഞാൻ സമ്മതിച്ചു. നീ അവളോട് ഇവിടുത്തെ ബാത്റൂമിൽ കുളിക്കാൻ പറഞ്ഞു. പക്ഷേ കുളി കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആ പെണ്ണിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ചുമപ്പുണ്ടായിരുന്നു. നാണത്തിൻ്റെ ചുമപ്പ്. അതെന്താണെന്ന് നീ പറഞ്ഞേ പറ്റൂ. ഹരി പറയുന്നത് കേട്ട് ദേവൻ അവനെ കൂർപ്പിച്ചു നോക്കി. അതോടെ ഹരിക്ക് മതിയായി. വേണ്ട, പറയണ്ട, ഞാൻ ഊഹിച്ചോളാം. അതും പറഞ്ഞുകൊണ്ട് അവൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. തുടരും.